ഹായ് ഹലോ ദൈമൂസ് വ്ലോഗ് യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് കടയിലൊക്കെ പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇതിനകത്ത് പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എപ്പോഴും പോകുമ്പോൾ കുറച്ച് വേപ്പിലേക്ക് എടുക്കണമെന്ന് ഓർക്കൂട്ടാ. അപ്പോൾ ഇന്നാണ് കേട്ടോ അതിനൊരു ഇത് കിട്ടിയത്. അപ്പോൾ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ കൊണ്ടുവരും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇത്തിരി വേപ്പിലേക്ക് എടുക്കണമെന്ന് ഓർത്തിട്ട് നടന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വേപ്പിലേക്കൊക്കെ ഇല്ലയെന്നൊക്കെ പറഞ്ഞാണ് പോയതാണ് കേട്ടോ. അപ്പോൾ വേപ്പിലേക്ക് കുറച്ചൊക്കെ പറിച്ചെടുത്ത്. അപ്പോൾ ഞാൻ മുരിയാക്കോലൊക്കെ ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയാണ് കേട്ടോ പോയത്. അപ്പോൾ അതൊന്നും പൂവൊക്കെ ഇട്ടതൊക്കെ മഴ വന്ന് പോയിട്ടാ. അപ്പോൾ വേപ്പിലയിൽ പുളിയുറുമ്പൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴാണ് കേട്ടോ വേപ്പിലയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് നാടൻ വേപ്പിലയിൽ അപ്പോൾ പനിയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വോയിസിനൊക്കെ ഭയങ്കര സൗണ്ട് ക്ലിയർ അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വേപ്പിലയൊക്കെ പറിച്ചപ്പോഴാണ് കേട്ടോ അതായത് ഇവിടെ സപ്പോട്ടയൊക്കെ കായ്ച്ചെടുക്കണുണ്ട്. അത് എനിക്ക് ഭയങ്കര കൊതിയുണ്ട്. സപ്പോട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് മൂത്തിട്ടില്ല, അത് സംഭവം അത് കുറച്ചും കൂടിയൊക്കെ മൂക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനെയൊക്കെ കണ്ട് പിന്നെ ഏതൊക്കെയൊരു പല്ലുവനപ്പൂവാണ് കേട്ടോ അത് ഇപ്പം കാണിച്ചത്. അപ്പോൾ ആ പല്ലുവനപ്പൂ കുറേ നാളുകളായിട്ടൊന്നും കാണുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ ഞങ്ങളുടെ അടുത്തൊരു തോടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, വലിയൊരു പുഴ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ഒരു കൊല പാളയംകോട്ടനാണ് കേട്ടോ കാഴ്ചടപ്പുണ്ട് കേട്ടോ. മൂത്ത് പകുതി മൂപ്പായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നോക്കിയിട്ട്. എന്തായാലും അതൊക്കെ എനിക്കും ഉള്ളതാണ്. അപ്പോൾ അതായത് നോക്കി ആ പുഴ പോലെ കിടക്കുന്നുണ്ട്. തോടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പുഴ അതിനകത്ത് നിറച്ച് പായലാണ് കേട്ടോ. പായ മുമ്പൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഈ പറമ്പിലൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നിട്ടാ. കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു പറമ്പിൽ കാണാൻ. പാടവലം, പാവൽ, പീച്ചിൽ, ചീര എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. പ്രളയം വന്നതോടുകൂടി അല്ലാതെ തന്നെ ഉണ്ടായിരുന്നു. പ്രളയം വന്നതോടുകൂടി എപ്പോഴും നല്ല നല്ല മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിലോപ്പി അങ്ങനെയുള്ള സംഭവം വെറുതെ അങ്ങനെ കിടക്കുന്നത് കാണണ്ട. പക്ഷെ പായലൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞേക്കണേ കേട്ടോ. അത് പടക്കാമരങ്ങളാണ് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ 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 വിത്ത് വീണ് ഇങ്ങനെ മുളച്ചേക്കണേ കേട്ടോ. ഇതാണ്ട് പറഞ്ഞ പല്ലുവേനപ്പൂ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഓണത്തിനൊക്കെ ഈ പൂ കാണൂല കേട്ടോ. നമ്മൾ കുറേ കാലങ്ങളോളമായിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ മഴയൊക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കണേന്ന് പല്ലുവേനപ്പൂ അല്ലേന്ന് ഇങ്ങനെ വിചാരിക്കുന്നത് കണ്ടാൽ നല്ല രസമുണ്ട് കേട്ടോ കാണാം. ഓണത്തിനൊന്നും ഇത് പണ്ടൊക്കെ ഞങ്ങൾ പൂക്കൾ പറിക്കാൻ പോകുമ്പോഴൊക്കെ അന്ന് ഒക്കെ പറിച്ചുകൊണ്ടിരുന്ന പൂക്കളാണ് ഇത്. ഇപ്പോഴാണ് കേട്ടോ ഇവിടെയൊക്കെ പിന്നെ പ്രത്യക്ഷപ്പെട്ടേക്കണത്. അപ്പം അങ്ങനെ പറമ്പിൽ കൂടെയൊക്കെ കിടന്ന് ഇതുണ്ടാ കപ്പന്മാരൊക്കെ ഇതൊക്കെ വെറുതെ ഉണ്ടാ. വെള്ളം വരുമ്പോഴത്തേക്കൊക്കെ ചീഞ്ഞു കൂട്ടാം. അപ്പോൾ ഈ സപ്പോർട്ടൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ കിളി ഇങ്ങനെ കടിച്ചിട്ടില്ല കേട്ടോ. എല്ലാം കുറേയൊക്കെ കിളികൾ കടിച്ചുള്ളൂ കൂട്ടാ. അതുണ്ടാ നമുക്ക് കിട്ടണത് ഇവരുടെയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളേ. അപ്പോൾ ഞാവലൊക്കെ ഉണ്ടായിരുന്നിട്ട് അതെല്ലാം വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. ഞാവൽ പറമ്പിൽ മൊത്തം ഈ ചോലായതുകൊണ്ട് ഞാവൽ. അപ്പോൾ സപ്പോർട്ടേനൊക്കെ ഇങ്ങനെ കണ്ട് ഞാനിങ്ങനെ അപ്പോൾ ഒരു 4 മണി 3:30 ടൈമായിട്ടാ. സൂര്യനെ അങ്ങോട്ട് ചായാനുള്ള സമയമാണ്. അപ്പോൾ ഇത്രയും ഒക്കെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടാണ്. ഭയങ്കര ഇഷ്ടമുണ്ട്. ഒരു ചെത്തിപ്പൂവുണ്ട്, അതിനൊരു ചെറിയൊരു കമ്പാണെന്ന് തോന്നണേ. അതിങ്ങനെ ഇതായിട്ട്. അപ്പോൾ ഇതൊരു മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ. ഇത് മിറാക്കിളാണ്. അപ്പോൾ മാംഗോസിൻ്റെ ഒക്കെ ഇതുണ്ട് കേട്ടോ. തയ്യൊക്കെ ഉണ്ട്, അതൊന്നും കായ്ച്ചിട്ടുള്ളത് മിറാക്കിളാണ് കേട്ടോ. ഇതെന്ത് തിന്നാലും നമ്മൾ പുളിയുള്ള തിന്നാലും വായി മധുരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ട് പറിക്കാനായിട്ട് തണ്ട് കൊമ്പൊടിച്ചൊന്നും അത് പിടിക്കുമെന്ന് തോന്നണില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്നും വെറുതെ പറിച്ചെടുത്തിട്ട് ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ അത് സീസണല്ലാന്ന് തോന്നുന്നു, എന്നാലും പൂട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒരെണ്ണം പറിച്ചുകൊണ്ട് പോകുന്നതാണ്. കറ്റാർ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. കറ്റാർ വാഴയൊക്കെ നല്ല ശക്തിയോടുകൂടി തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ കമ്പല്ല പിടിക്കണത് കേട്ടോ. എനിക്ക് പറഞ്ഞ നടന്നു കേട്ടോ. അപ്പം അങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് അപ്പം അതേ ഒരു കപ്പേന്ന് കപ്പ കുത്താന്ന് ഓർത്തപ്പോഴത്തേക്കും അത് വലിയതായിട്ട് മൂത്തിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് അപ്പം ഞാൻ നോക്കിയപ്പോൾ മൂത്തിട്ടില്ല കേട്ടോ. ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ അടുത്ത പ്രാവശ്യം പറിക്കാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ